തിരുവനന്തപുരത്ത് അത്യാധുനിക F-35 യുദ്ധവിമാനം അടിയന്തരമായി ഇറക്കിയ സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും രഹസ്യമുള്ള ഈ വിമാനം എങ്ങനെയാണ് തിരുവനന്തപുരത്ത് എത്തിയത്? ഇന്ധനം നിറയ്ക്കുമ്പോൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിന് പ്രശ്നമുണ്ടായാണ് ഈ വിമാനം ഇവിടെ ഇറക്കിയത്. എന്നാൽ ഇതിന്റെ പിന്നിൽ ചില രസകരമായ കാര്യങ്ങളും ബ്രിട്ടനും അമേരിക്കയും പേടിക്കുന്ന ചില രഹസ്യങ്ങളും ഉണ്ട്. എന്തിനാണ് അവർ ഈ വിമാനം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നത്? ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൽ ഇത് എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത്? ഈ വീഡിയോയിൽ ഈ വിഷയത്തെ കുറിച്ച് നമുക്ക് വിശദമായി തന്നെ സംസാരിക്കാം. 2025 ജൂൺ 14 ബ്രിട്ടീഷ് റോയൽ നേവിയുടെ ഒരു F-35B യുദ്ധവിമാനം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് സാങ്കേതിക തകരാറിലായതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കുകയായിരുന്നു. ഇന്ധനം നിറയ്ക്കുന്ന സമയത്ത് ഹൈഡ്രോളിക് സിസ്റ്റത്തിന് പ്രശ്നമുണ്ടാകുകയും കാലാവസ്ഥ മോശമാവുകയും ചെയ്തതാണ് ഇതിന് കാരണം. തിരുവനന്തപുരം വിമാനത്താവളം ബ്രിട്ടീഷ് വിമാനങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇറങ്ങാൻ സൗകര്യമുള്ള സ്ഥലമായി നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ളതുകൊണ്ട് ഇന്ത്യൻ വ്യോമസേന വിമാനത്തിന് ഇറങ്ങാൻ അനുമതി നൽകി. വലിയ വിലയുള്ള ഈ വിമാനം അതീവ രഹസ്യ സ്വഭാവമുള്ള സാങ്കേതിക വിദ്യകൾ അടങ്ങിയതുകൊണ്ട് വിമാനത്താവളത്തിലെ ബേ 4-ൽ CISF-ന്റെ കാവലിൽ നിർത്തിയിട്ടു. പൈലറ്റിനെയും സാങ്കേതിക വിദഗ്ധരെയും വിമാനത്താവളത്തിലെ മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ സംഭവത്തിൽ ഇന്ത്യ ബ്രിട്ടനെ വലിയ സഹായമാണ് ചെയ്തത്. വിമാനത്താവള അധികൃതരും പ്രാദേശിക ഏജൻസികളും ബ്രിട്ടീഷ് സംഘത്തിന് ഭക്ഷണവും താമസ സൗകര്യവും ഉൾപ്പെടെ എല്ലാം ഒരുക്കി. ഇന്ത്യൻ വ്യോമസേന വിമാനം നന്നാക്കുന്ന കാര്യത്തിലും മറ്റു കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും സജീവമായി സഹായിച്ചു. ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയവും ഇന്ത്യയിലെ അവരുടെ പ്രതിരോധ വിഭാഗവും ഇന്ത്യയുടെ ഈ സഹായത്തിന് നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യയും UK-യും തമ്മിലുള്ള പ്രതിരോധ ബന്ധം എത്രത്തോളം ശക്തമാണെന്ന് കാണിക്കുന്നു. അതീവ രഹസ്യ സ്വഭാവമുള്ള ഈ വിമാനം ഇന്ത്യയുടെ മെയിന്റനൻസ് സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ അനുവദിച്ചത് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള വലിയ വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. ഇതൊരു യഥാർത്ഥ ജീവിതത്തിലെ സൈനിക സഹകരണത്തിന്റെ ഒരു പരിശീലനം പോലെയായി നമുക്ക് കണക്കാക്കാം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ വിശ്വസിക്കാവുന്ന ഒരു പങ്കാളിയായി ഇന്ത്യക്ക് മാറാൻ കഴിയുമെന്ന് ഇത് തെളിയിക്കുകയും ചെയ്തു. തുടക്കത്തിൽ വിമാനം നന്നാക്കാൻ നോക്കിയെങ്കിലും അത് നടന്നില്ല. പിന്നീട് ജൂലൈ 6-ന് 25 ബ്രിട്ടീഷ് ഏവിയേഷൻ എഞ്ചിനീയർമാരുടെ ഒരു സംഘം പ്രത്യേക ഉപകരണങ്ങളുമായി കേരളത്തിലെത്തി. വിമാനത്താവളത്തിന്റെ സാധാരണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമില്ലാതിരിക്കാൻ വിമാനം എയർ ഇന്ത്യയുടെ മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹോൾ സൗകര്യത്തിലേക്ക് മാറ്റി. ഈ സൗകര്യം ഉപയോഗിക്കാമെന്ന് ബ്രിട്ടൻ സമ്മതിക്കുകയും ചെയ്തു. അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണെന്നും ആവശ്യമുള്ള പണികൾ പൂർത്തിയാക്കി സുരക്ഷാ പരിശോധനകൾ കഴിഞ്ഞാൽ വിമാനം തിരികെ പറന്നെത്തുമെന്നും ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ അറിയിച്ചു. ഈ സംഭവം ഇന്ത്യ ഒരു പ്രാദേശിക MRO ഹബ്ബായി വളരുകയാണെന്ന് കാണിക്കുകയാണ്. അതായത് സങ്കീർണമായ F-35 പോലുള്ള ഒരു വിമാനം പോലും നമ്മുടെ സാധാരണ സിവിലിയൻ MRO കേന്ദ്രത്തിൽ നന്നാക്കാൻ കഴിഞ്ഞത് നമ്മുടെ സാങ്കേതിക കഴിവുകളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും കാണിക്കുന്നു. ഇത് നമുക്ക് സാധാരണ വിമാനങ്ങൾക്ക് മാത്രമല്ല അത്യാധുനിക സൈനിക വിമാനങ്ങൾക്കും MRO സേവനങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഇന്ത്യക്ക് സാമ്പത്തികമായും തന്ത്രപരമായും ഒരു വലിയ നേട്ടം തന്നെയാണ്. F-35 വിമാനം തകരാറിലായ സംഭവം പെട്ടെന്ന് തന്നെ ആളുകളുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. പലരും ഇതിനെ കുറിച്ച് തമാശകളും മീമുകളും ഒക്കെ ഉണ്ടാക്കി. അത് നമ്മൾ കണ്ടതാണ്. ചിലർ ഇതിനെ കേരളത്തിലെ ഏറ്റവും ചെലവേറിയ ടൂറിസ്റ്റ് ആകർഷണം എന്ന് വിളിച്ചു. കേരള ടൂറിസം ബോർഡ് പോലും ഈ സംഭവം ഒരു തമാശയായി ഉപയോഗിച്ച് AI നിർമ്മിച്ച ഒരു ചിത്രം പങ്കുവച്ചു. അതിൽ വിമാനത്തിന് 5 സ്റ്റാർ റിവ്യൂ കൊടുക്കുകയും കേരളം ഒരു അത്ഭുതകരമായ സ്ഥലമാണ്, എനിക്ക് പോകാൻ തോന്നുന്നില്ല എന്ന് കുറിക്കുകയും ചെയ്തു. ഇത് കേരള ടൂറിസത്തിന് വലിയൊരു പ്രചാരണമായി മാറി. ഇതൊരു ചെറിയ കാര്യമെന്ന് തോന്നാമെങ്കിലും പ്രതിരോധപരമായ കാര്യങ്ങളിൽ പോലും സാധാരണക്കാർക്ക് താല്പര്യമുണ്ടെന്ന് ഇത് കാണിക്കുന്നു. അതീവ സെൻസിറ്റീവായ ഒരു സൈനിക സംഭവം പോലും തമാശയായും പൊതു ചർച്ചയായും മാറ്റാൻ കഴിയുന്ന ഇന്ത്യയുടെ ജനാധിപത്യപരമായ അന്തരീക്ഷം ഇത് എടുത്തു കാണിക്കുന്നു. പ്രധാനപ്പെട്ട സഹായങ്ങൾ നൽകുന്നതിനൊപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ സുതാര്യമായും തമാശയോടെയും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഇന്ത്യയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. F-35 ലൈറ്റനിങ് 2 യുദ്ധവിമാനം ആധുനിക വ്യോമയാന സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പുതിയ രൂപമാണ്. ഇതിനെ ലോകത്തിലെ ഏറ്റവും മാരകവും അതിജീവന ശേഷിയുള്ളതുമായ യുദ്ധവിമാനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് ഇറങ്ങിയ F-35B മോഡൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്തത് കുറഞ്ഞ ദൂരം പറന്നുയരാനും ലംബമായി താഴെ ഇറങ്ങാനും വേണ്ടിയാണ്. ഇത് വിമാനവാഹിനി കപ്പലുകൾക്കും ചെറിയ വ്യോമതാവളങ്ങൾക്കും വളരെ ഉപകാരപ്രദമാണ്. ഇതിന് ഏകദേശം മണിക്കൂറിൽ 1900 കിലോമീറ്റർ വേഗതയുണ്ട്. കൂടാതെ ലോകത്തിലെ ഏറ്റവും ശക്തമായ യുദ്ധവിമാന എഞ്ചിനാണ് ഇതിലുള്ളത്. ശത്രുക്കളുടെ റഡാറുകൾക്ക് പിടികൊടുക്കാത്ത രൂപകൽപ്പന, പ്രത്യേക പെയിന്റുകൾ, ആയുധങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കാനുള്ള സൗകര്യം എന്നിവയെല്ലാം ഇതിനെ റഡാറുകളിൽ നിന്ന് മറയ്ക്കുന്നു. മികച്ച സെൻസറുകൾ, ഡാറ്റ ശേഖരണം, നെറ്റ്വർക്ക് യുദ്ധത്തിനുള്ള കഴിവുകൾ എന്നിവയെല്ലാം യുദ്ധക്കളത്തിലെ എല്ലാ വിവരങ്ങളും സംയോജിപ്പിക്കാൻ സഹായിക്കുന്നു. അമേരിക്കയും മറ്റ് 19 സഖ്യകക്ഷികളും ഈ വിമാനം ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും അത്യാധുനികമായ ഈ ഒരു വിമാനം അതിന്റെ സാങ്കേതിക രഹസ്യങ്ങൾ വളരെ പ്രധാനം തന്നെയാണ്. ഈ വിമാനം തകരാറിലായി തിരുവനന്തപുരത്ത് കിടക്കുന്നത് ബ്രിട്ടനും അമേരിക്കയും വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്. വിമാനത്തിലുള്ള അതിസൂക്ഷ്മമായ സെൻസറുകൾ, സോഫ്റ്റ്വെയർ, സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ എന്നിവയെല്ലാം ശത്രു രാജ്യങ്ങൾക്ക് ചോർത്തിയെടുക്കാനോ പഠിക്കാനോ കഴിയുമോ എന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് വിമാനം നന്നാക്കി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നത്.
എന്തെങ്കിലും രഹസ്യ വിവരങ്ങൾ ചോരുന്നത് അവരുടെ സൈനിക മേൽക്കോയ്മയെയും ഭാവി പ്രവർത്തനങ്ങളെയും സാരമായി ബാധിച്ചേക്കാം. അതുകൊണ്ടാണ് അവർ ഇത്രയും വേഗം ഈ വിമാനം അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നത്. ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാൻ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അത്യാവശ്യമാണ്. F-35 ലൈറ്റനിങ് 2 സാധാരണ മോഡലായ F-35A ഇന്ത്യൻ പ്രതിരോധത്തിന് ഒരു ഗെയിം ചേഞ്ചർ ആകുമെന്ന് കരുതപ്പെടുന്നു. അമേരിക്കൻ സർക്കാർ F-35A വിമാനം ഇന്ത്യക്ക് നേരിട്ട് വിൽക്കാൻ താല്പര്യം കാണിച്ചിരുന്നു. എന്നാൽ പിന്നീട് ലോക്ക് ഹീഡ് മാർട്ടിന്റെയും പെന്റഗൺ ഉദ്യോഗസ്ഥരുടെയും ഈ വാഗ്ദാനം ഔദ്യോഗികമാക്കാൻ ഉദ്ദേശിച്ചിരുന്ന സന്ദർശനം അനിശ്ചിതമായി നീട്ടിവെച്ചു. F-35 വാങ്ങുകയാണെങ്കിൽ അത് അമേരിക്കയുമായുള്ള സൈനിക ബന്ധം കൂടുതൽ ശക്തമാക്കുകയും റഷ്യയുമായുള്ള നമ്മുടെ ബന്ധത്തെ ബാധിക്കുകയും ചെയ്യും. ഈ സന്ദർശനം മാറ്റിവെച്ചത് ഈ കാര്യങ്ങളെല്ലാം ഇന്ത്യ വിശദമായി വിലയിരുത്താൻ എടുത്ത സമയമാകാം. പ്രതിരോധപരമായ തീരുമാനങ്ങൾ സാങ്കേതിക മികവിനെ മാത്രം ആശ്രയിച്ചിട്ടില്ല, മറിച്ച് നമ്മുടെ വിദേശ നയ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എടുക്കുന്നതെന്ന് ഇത് കാണിക്കുന്നു. 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്കായുള്ള ഇന്ത്യയുടെ അന്വേഷണം റഷ്യൻ Su-57 നമ്മുടെ സ്വന്തം അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമും ഉൾപ്പെടെയുള്ള മറ്റു സാധ്യതകളും കാണിക്കുന്നു. റഷ്യ തങ്ങളുടെ Su-57 സ്റ്റെൽത്ത് യുദ്ധവിമാനം ഇന്ത്യക്ക് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. റഷ്യയുമായി നമുക്ക് ദീർഘകാലമായി പ്രതിരോധ സഹകരണങ്ങളുണ്ട്. Su-57 2 സീറ്റുകളുള്ള പുതിയ പതിപ്പ് റഷ്യ വികസിപ്പിക്കുന്നു. ഈ വാർത്ത ഇന്ത്യയുടെ താല്പര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉക്രൈനിൽ യുദ്ധകാലത്തിൽ Su-57 ലഭിച്ച യുദ്ധ പരീക്ഷണങ്ങൾ അതിന്റെ ആകർഷണം കൂട്ടി. കുറഞ്ഞ ചെലവ്, റഷ്യൻ വിമാനങ്ങളുമായി നമുക്കുള്ള പരിചയം, സാങ്കേതിക കൈമാറ്റത്തിനുള്ള സാധ്യത എന്നിവയെല്ലാം റഷ്യയുടെ വാഗ്ദാനത്തെ ആകർഷകമാക്കുന്നു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഇത് വലിയ സഹായമായിരിക്കും. Su-57 പൂർണ്ണ സോഴ്സ് കോഡുകൾ കൈമാറാൻ റഷ്യ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യ സ്വന്തമായി 5ാം തലമുറ യുദ്ധവിമാനം AMCA എന്ന പേരിൽ വികസിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ പ്രതിരോധ പദ്ധതികളിൽ സാധാരണ കാണുന്ന കാലതാമസം കാരണം AMCA 2035 മുമ്പ് സേവനത്തിലെത്താൻ സാധ്യതയില്ല. ഒരുപക്ഷെ അതിലും വൈകിയേക്കാം. അതുകൊണ്ട് Su-57 2 സീറ്റുകളുള്ള പതിപ്പ് നമ്മുടെ ദീർഘകാല തദ്ദേശീയ ലക്ഷ്യങ്ങളെ ബാധിക്കാതെ ഒരു തന്ത്രപരമായ ഇടക്കാല പരിഹാരം ആയേക്കാം. സ്വന്തമായി വികസിപ്പിക്കുന്നതിനുള്ള കാഴ്ചപ്പാട് കൈവിടാതെ തന്നെ നിലവിലെ പ്രതിരോധ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇത് സഹായിക്കും. ചുരുക്കത്തിൽ തിരുവനന്തപുരത്ത് F-35B യുദ്ധവിമാനം അടിയന്തരമായി ഇറക്കിയത് ഇന്ത്യയുടെ പ്രതിരോധത്തെക്കുറിച്ചും നയതന്ത്രപരമായ ബന്ധങ്ങളെക്കുറിച്ചും പല പ്രധാന വിഷയങ്ങളും വെളിപ്പെടുത്തി. ഈ സംഭവം ഇന്ത്യ UK പ്രതിരോധ സഹകരണത്തെ ശക്തിപ്പെടുത്തുകയും അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യകൾക്ക് ആതിഥേയത്വം വഹിക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള ഇന്ത്യയുടെ കഴിവ് പ്രകടമാക്കുകയും ചെയ്തു. F-35, Su-57, നമ്മുടെ സ്വന്തം AMCA പ്രോഗ്രാം എന്നിവയുൾപ്പെടെ വിവിധ ഓപ്ഷനുകൾ പരിഗണിക്കുന്നതിലൂടെ ഇന്ത്യ തന്ത്രപരമായി സ്വാതന്ത്ര്യം നിലനിർത്താനും തന്റെ പ്രതിരോധ ആവശ്യകതകൾ നിറവേറ്റാനും ശ്രമിക്കുന്നു. സാങ്കേതിക കൈമാറ്റത്തിനും സ്വന്തം ഉൽപാദനത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടും പറഞ്ഞിരിക്കുന്ന ചെലവുകൾ ശ്രദ്ധാപൂർവം വിലയിരുത്തിക്കൊണ്ടും AMCA പ്രോഗ്രാം വേഗത്തിലാക്കിക്കൊണ്ടും ഇന്ത്യക്ക് തന്റെ വ്യോമ ശക്തിയെ ശക്തിപ്പെടുത്താനും ആഗോള പ്രതിരോധ രംഗത്ത് ഒരു പ്രധാന ശക്തിയായി തന്റെ സ്ഥാനം ഉറപ്പിക്കാനും കഴിയും.